ഇക്കടെ ഫാമിലിയെക്കുറിച്ച്, സ്വന്തം കുടുംബം, മക്കൾ? ഞാൻ ഭാര്യയും 4 മക്കളാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. കുട്ടികൾ, ആൺകുട്ടികൾ ബിസിനസ്? കുട്ടികൾ ഒരാൾ ബാംഗ്ലൂരുണ്ട്, ഒരാൾ ദുബൈയിലുണ്ട്. ബിസിനസ്. ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഈ ബിസിനസ്? എൻ്റെ ഒരു മകൾ BDS പഠിക്കുന്നുണ്ട്, ഒരു മകൾ കല്യാണം കഴിഞ്ഞ് മകളാണ്. വളരെ സന്തോഷമായ ഒരു കുടുംബജീവിതം. എത്രത്തോളമാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന്, ഏത് സമൂഹത്തിൽ ഇക്കാക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ കഴിഞ്ഞത് ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പ് തന്നെയാണ്. അവരുടെ സപ്പോർട്ടില്ലാതെ ഒരു മനുഷ്യൻ ഒരിക്കലും ഒന്നും ആവാൻ കഴിയില്ല. എത്രത്തോളമാണ് ഇക്കാടെ കുടുംബത്തിന് ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല? എൻ്റെ വൈഫ് എന്നെ ഒരുപാട് തവണ കറക്റ്റ് ചെയ്യും. അത് ഡയറക്റ്റ് ചെയ്യും? കറക്റ്റ് ചെയ്യും, ഡയറക്റ്റ് അല്ല, കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യാനേ അവകാശം കൊടുത്തിട്ടുള്ളൂ, ഡയറക്റ്റ് ചിലപ്പോൾ അവർക്ക് ഇതിനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ എന്നെ കറക്റ്റ് ചെയ്യും. അത് ഒരു പ്രചോദനം. ഞാനതൊരു ഒരു പോസിറ്റീവായിട്ടേ ഞാൻ അതെടുക്കുള്ളൂ. എനിക്കങ്ങനെ ആരോടും അങ്ങനെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ എനിക്കൊരു എനിമിറ്റി ഒന്നുമില്ല. എല്ലാവരോടും നമ്മളെന്തിനാ ഇങ്ങനെ കാണുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. വളരെ സൗമ്യനാണ്, ലളിതമായിരിക്കുന്നത്. നമ്മളുമായിട്ട് കണ്ടപ്പോൾ തന്നെ വളരെ സൗമ്യമായിട്ട് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ഒരു ഒന്നുമില്ലാണ്ട് ഒക്കെ സംസാരിക്കുന്നുണ്ടായി. ഇതൊക്കെ ഇക്കാക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് തന്നെ ഞാൻ പറയുന്നത്, ഈ ജേണിയിലൂടെയാണ്. ഒരുപാട് ഞാനത് എന്നെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. എൻ്റെ അടുത്ത് ആര് വന്ന്, ഞാൻ ഈ പ്രസ് നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ ആര് വന്ന് എന്ത് ചോദിച്ചാലും ഞാനത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ശീലിച്ച്. അതാണ് അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ എൻ്റെ ജേണിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, നമ്മൾ എവിടെ പോയാലും ഇതുവരെ അങ്ങനൊരു മുടക്കം വന്നിട്ടില്ല, എനിക്ക് ഒരു തടസ്സം വന്നിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ സഹാറ മരുഭൂമിയിലൊക്കെ രാത്രി യാത്ര ചെയ്യുമ്പം അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പം വെതർ മോശമായതുകൊണ്ട് കാട്ടിൽ കൊണ്ടിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഞാനത് എൻജോയ് ചെയ്തു. കാട്ടിലിരുന്നാലും അവിടെ നിന്ന് നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് ജീവിച്ചു. അതാണ് ഇക്കാടെ വിജയ രഹസ്യം. അങ്ങനെ ഞാൻ പോളണ്ടിൽ പോയപ്പം അന്ന് എവിടെയും ഫ്ലൈറ്റ് ഇറക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു കാട്ടിൽ കൊണ്ടിറക്കി, നമ്മളതും എൻജോയ് ചെയ്തു. ഇക്കാടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ്? എന്നെ സ്വാധീനിച്ച വ്യക്തി എൻ്റെ ഉമ്മയാണ്. അതൊരിക്കലും, കാരണം ജീവിതത്തിൽ ഉമ്മ പറഞ്ഞു തന്ന അഡ്വൈസ് അതൊക്കെ അതാണ് വിജയത്തിന്റെ ഒരു, അതും വിജയത്തിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഉമ്മ തന്നെയാണ്. ഇന്നത്തെ സമൂഹം, നമ്മൾ അതും കൂടെ അടുത്ത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് വൃദ്ധസദനങ്ങളുടെ കാലഘട്ടമാണ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അതിനൊരു മറ്റ് ആധുനിക ഭാഷയിൽ. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മക്കള്, ചെറുമക്കൾക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ പേരറിയാത്ത ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ കാലഘട്ടത്തെക്കുറിച്ച്? പണ്ട് സദനങ്ങൾ തന്നെയായിരുന്നു നാട് മുഴുവനും. പക്ഷെ അവിടെ ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒരുപാട് കുട്ടികളും മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഒരു സദനമായിരുന്നു അന്ന്. പക്ഷെ അന്ന് നമ്മൾ ഈ ഗ്രാൻഡ് ഫാദറിനും മദറിനെയും നോക്കാനുള്ള ആളുകൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും ഒക്കെ ഒരു സദനത്തിലാക്കിയിട്ട് 2 ആളുകൾ നോക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചു. അത് നമ്മുടെ ഒരു പരാജയം എന്നതിലുപരി ഒന്നും പറയാനില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഒരു മാസമല്ല 20 ദിവസം മുമ്പ് ഒരു ആശ്രമത്തിൽ ബാംഗ്ലൂരിൽ പോയി. അവിടെ 150ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടുത്തെ അന്തേവാസികൾ. ഈ അന്തേവാസികൾ റോട്ടിൽ കിടന്നവരും അച്ഛനമ്മമാർ ഉപേക്ഷിച്ചവരും മക്കൾ ഉപേക്ഷിച്ചവരും ഒക്കെയാണ് ആ ആശ്രമത്തിലുള്ളത്. ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി വിസിറ്റ് ചെയ്യുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം പരീക്ഷ എഴുതിയാണ്. ആദ്യം പരീക്ഷ എഴുതിയപ്പോൾ 2 സബ്ജക്റ്റിൽ തോറ്റു. ഞാൻ ആദ്യം തോറ്റത് ഹിന്ദിയും സയൻസും എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോൾ 4 തോറ്റു. 4 തോറ്റു, 2 ജയിച്ചുള്ളൂ. മാത്സും ഇംഗ്ലീഷും.
അപ്പം ഞാൻ അത് വെച്ചിട്ടാണ്, ആ 2 സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് തന്നെയായിരുന്നു എനിക്ക് ആവശ്യം, മാത്സും ഇംഗ്ലീഷും. അതാണ് ഇക്കാടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. 2 തന്നെയായിരുന്നു ഇക്കാക്ക് ആവശ്യം, അതിലായിരുന്നു ഇക്ക പോയിക്കൊണ്ട്. ഞാൻ ഇന്നിപ്പം ഡിസ്റ്റൻസിൽ ഡിഗ്രിക്ക് എഴുതാണ്, പഠിക്കുകയാണ്. ഇന്നും വിദ്യാർത്ഥിയാണ്? അന്നും വിദ്യാർത്ഥിയാണ്. എപ്പോഴും ഞാൻ വിദ്യാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നതാണ്. മൊത്തം സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ നിന്നും, എന്നേക്കാളും മൂത്തവരിൽ നിന്നും, എൻ്റെ കൂടെ ഉള്ളവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഒരുപാട് വിജയങ്ങൾ, ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഒരുപാട് വിജയത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഇനി ഇക്കാടെ ഇനിയുള്ള ആഗ്രഹം എന്താ, സ്വപ്നം എന്താ? സ്വപ്നം എന്നത് ഞാൻ ഇനിയും അധ്വാനിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എനിക്ക് വേണ്ടി മാത്രമൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല, സമൂഹത്തിന് വേണ്ടിയാവട്ടെ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാവട്ടെ. പക്ഷെ അതിന് ഞാനൊരു വ്യത്യാസം കാണാറില്ല. എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും എൻ്റെ പ്രവൃത്തി ഒരുപോലെയാണ്. ആ പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനൊരു സമയം കണ്ടെത്തിയത് ഒരുപാട് നന്ദി. താങ്ക് യു. ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. വളരെ മനോഹരമായിരുന്നു, വളരെ മനോഹരമായിരുന്നു ഈ അഭിമുഖം. ജനാബ് എന്നെ അബൂബക്കർ ഹാജിയുമായിട്ടുള്ള അഭിമുഖത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ ഇരിക്കുകയാണ്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരുപാട് പഠിക്കാനുള്ള പാഠപുസ്തകമാണ്. ആ ജീവിതത്തിലുടനീളം ഓരോ വ്യക്തിക്കും അത് പകർത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. 1 പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന ഒരു മെസ്സേജ് അതാണ്. കാരണം അദ്ദേഹം പിന്നിട്ട വഴികൾ സമൂഹത്തിന്, ഒരു വ്യക്തിക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മാതാവിനോട് ഒരു മകൻ എത്രമാത്രം കടപ്പാടുണ്ടെന്ന്, ഒരു കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ഈ പാഠപുസ്തകത്തിൽ ഒരു വിദ്യാർത്ഥിയായ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ ഇനിയും അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡുകൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: കേരളം കുറച്ചു കാലം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വളരെ കുറച്ചു കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.